IUI അല്ലെങ്കിൽ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ. എന്താണ് IUI? നമ്മൾ ഓവുലേഷൻ്റെ സമയത്ത് ഹസ്ബൻഡിൻ്റെ ബീജം സാമ്പിൾ എടുത്ത് അത് സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് ഏറ്റവും നല്ല ബീജങ്ങൾ യൂട്രസിനുള്ളിൽ നിക്ഷേപിക്കുന്നതാണ് IUI. IUIയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ ഈ സ്പേംസിൻ്റെ മോട്ടിലിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആവും. രണ്ട്, ഈ ബീജങ്ങളുള്ളിൽ എത്തുന്ന ടൈമിങ് കുറച്ചുകൂടെ കൃത്യമായിരിക്കും. മൂന്ന്, നമ്മുടെ സെർവിക്സിനെയൊക്കെ ബൈപ്പാസ് ചെയ്ത് ഉള്ളിൽ വരെ സ്പേംസ് എത്തുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ആർക്കൊക്കെയാണ് സാധാരണ IUI ചെയ്യാറുള്ളത്? ഒന്ന്, ബീജത്തിന് മോട്ടിലിറ്റി ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക്. രണ്ട്, PCOD പോലെ ഓവുലേഷൻ ഡിഫിക്കൽട്ടീസ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് പോലെ ഇഷ്യൂസ് ഉള്ളവർക്ക് സാധാരണ മെഡിസിൻസ് ഒന്നും കഴിച്ച് റെഡി ആയിട്ടില്ലെങ്കിൽ നമ്മൾ IUI ട്രൈ ചെയ്യാറുണ്ട്. മൂന്ന്, സിംഗിൾ ആയിട്ടുള്ള സ്ത്രീകൾക്ക് പ്രഗ്നൻസി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോണർ സ്പേംസ് വെച്ചിട്ടും നമുക്ക് IUI ട്രൈ ചെയ്യാം. പിന്നെ ഹസ്ബൻഡിന് സ്പേംസ് ഇല്ലാത്ത ആൾക്കാർക്ക്, അതായത് അസൂസ്പെർമിയ ഉള്ള ആൾക്കാർക്ക് ഡോണർ സ്പേംസ് വെച്ചിട്ടും നമുക്ക് IUI ട്രൈ ചെയ്യാം. ആർക്കൊക്കെയാണ് സാധാരണയായിട്ട് IUI ഹെൽപ്പ് ചെയ്യാത്തത്? ഒന്ന്, ട്യൂബ് ബ്ലോക്ക് ഉള്ളവർക്ക് IUI ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, അണ്ടവും ബീജം യോജിക്കുന്നത് ട്യൂബിൽ വെച്ചിട്ടാണ്. രണ്ട്, ബീജത്തിന്റെ കൗണ്ട് വളരെ കുറവുള്ളവർക്ക് IUI ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു 5 മില്യൺ മോട്ടൈൽ സ്പേംസ് നമ്മൾ ഹസ്ബൻഡിന് തരുന്ന ഇജാക്കുലേറ്റിൽ ഉണ്ടെങ്കിലാണ് സാധാരണയായിട്ട് നമ്മൾ IUI ചെയ്യാറുള്ളൂ. എത്ര പ്രാവശ്യം IUI ചെയ്യാം? സാധാരണ 3 പ്രാവശ്യമൊക്കെയാണ് നമ്മൾ ഒരു കപ്പിളിന് IUI ചെയ്യാറുള്ളൂ. IUIയുടെ സക്സസ് റേറ്റ് എന്താണ്? IUI ഒരു ഫോക്കസ്ഡ് സെക്സ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സാധാരണയായിട്ട് നിങ്ങൾ ബന്ധപ്പെടുന്നതിന് പകരം നമ്മൾ ആ ബീജം എടുത്ത് വാഷ് ചെയ്തിട്ട് നല്ല ബീജങ്ങൾ ഉള്ളിൽ വെക്കാണ് IUIയിൽ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായ ഗർഭധാരണത്തിന് ഓരോ മാസവും 5% സാധ്യതയെങ്കിൽ നമുക്ക് IUIയിൽ ഒരു 15% സാധ്യതയുണ്ടാവും.